ഹലോ ഗൈസ്, അപ്പം ഡേ 1 കുളു മണാലിയിലെ ഡേ 1. അപ്പൊ ഞങ്ങൾ ഇന്ന് കുളു മണാലിയിലെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് പോവാണ്. ഉച്ചയായി 4 മണിക്കൂറത്തെ പാക്കേജാണ് ഇന്നത്തെ. നമുക്ക് നോക്കാം മണാലിയിലെ ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പം ഇന്ന് ഒരു 4 hours പാക്കേജ് എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് അടുത്ത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒരു 4 ഇതാണ് പറഞ്ഞത്. അതിൽ ആദ്യം തന്നെ ഒരു അമ്പലമായിരുന്നു. അത് പക്ഷേ ഇപ്പം എന്തോ പണി നടക്കുന്നതുകൊണ്ട് 1 മാസമായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ അമ്പലത്തിലതുകൊണ്ട് പോയില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയാണ്. ഞങ്ങൾ താമസിച്ച റൂമിൽ നിന്ന് ഈ മണാലി ആ ഒരു ജംഗ്ഷനിലേക്കുള്ള പോകുന്ന വഴിയാണ്. അപ്പം ഞങ്ങൾ അവിടെ ഒരു മാൾ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് ഒരു സ്ഥലമുണ്ട്. അവിടെ ഇറക്കിയിട്ട് ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഒരു വൻ വിഹാർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറസ്റ്റ് പോലത്തെ സംഭവമുണ്ട്, പിന്നെ ഈ മാൽ റോഡ് അവിടെ ഷോപ്പിംഗ്, പിന്നെ ഒരു ബുദ്ധൻ്റെ ഒരു മൊണസ്ട്രി ഉണ്ട്. അങ്ങനെ അത്രയും സ്ഥലങ്ങൾ കണ്ടിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിശന്നുണ്ട്. അവിടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോഴത്തേനും അവിടെ കയറി മസാല ദോശ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മസാല ദോശയെ കഴിച്ച് ഞങ്ങൾ ആദ്യം ഇത് ഷോപ്പിംഗ് ഏരിയ തുടങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ തന്നെയുള്ള ആൾക്കാർ തന്നെ ഉണ്ടാക്കുന്ന പിന്നെ ഷാളുകൾ, തൊപ്പി, അങ്ങനത്തെ അതുകൊണ്ട് നെയ്തെടുക്കുന്ന സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടയുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിന് ഞങ്ങളടുത്ത് ആദ്യമേ വൻവിഹാറിലൊക്കെ പോയിട്ട് വന്നിട്ട് ഷോപ്പിംഗ് നടത്താം. കാരണം ഇവിടെ ഒരു ടൈമിംഗ് ഉണ്ടാവുമല്ലോ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്, വൻ വിഹാർ എന്ന് പറയും. അതായത് നമ്മൾ അതിനകത്ത് ഫുൾ ഫോറസ്റ്റാണ്. അതിനകത്ത് പിള്ളേർക്ക് കളിക്കാനായിട്ട് പ്ലേ ഏരിയ ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം നമ്മൾ വാഗമണിലൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു സീനറി ആയിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. പിള്ളേരവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കളിക്കാനായിട്ട് അത്യാവശ്യം ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് അവിടെ. ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു, കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു, ഫോട്ടോ എടുത്തു. പിന്നെ അവിടെ ഇങ്ങനെ ഈ മുയലില്ലേ, മുയലിനെയും കൊണ്ട് ഇങ്ങനെ ചേച്ചിമാരിങ്ങനെ നടപ്പുണ്ട്. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, അവർക്ക് പൈസ കൊടുക്കുക. 30 രൂപയാണ് അത് അവർ ചാർജ് പറയുന്നത്. അപ്പോൾ അമ്പും ശിവയും ഫോട്ടോ എടുത്ത് അതിൻ്റെ അമ്പുവിൻ്റെ നിർബന്ധത്തിന് ഞാനും കൂടെ പോയിരുന്നു. കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയില്ലേ, മൊത്തം പിള്ളേരുടെ ഇതല്ലേ. പിന്നെ അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ സംസാരിച്ച് കാഴ്ചകളൊക്കെ കൊണ്ടുകൊണ്ടിരുന്നു. അതിനകത്ത് തന്നെ പിന്നെ ചായ, ഐസ്ക്രീം എല്ലാം കിട്ടും. അപ്പം ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. പിള്ളേരെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് കളിയാക്കി അങ്ങനെ നിൽക്കുവാണ്. അപ്പം ഇത് ശരിക്കും കുറച്ച് സമയമൊക്കെ പോയിരിക്കാനായിട്ടുണ്ട്. പിന്നെ ടെമ്പിളിൽ ഞങ്ങൾക്ക് മിസ്സായി. ഹഡിംബ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളുണ്ട് അവിടുത്തെ മെയിൻ ദേവി ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അത് പോയില്ല. പിന്നെ അവിടെ ഈ നമ്മൾ മണാലിയുടെ അവിടുത്തെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നമുക്ക് ഫോട്ടോസൊക്കെ വേണേൽ എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആൾക്കാരിങ്ങനെ കൊണ്ടുവരും. പക്ഷെ ഞാൻ അവിടെ വെച്ച് ഇട്ടില്ല. കാരണം ഞാൻ വിചാരിച്ച് ഇനി നാളെയൊക്കെ പോകുന്നിടത്തും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നത് ചെയ്തില്ല. പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഇതുപോലെ സ്ട്രീറ്റിൽ മെയിൻ അവിടുത്തെ ഷോളുകൾ, തൊപ്പി, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി. അവിടെ പോയിട്ട് അതായത് കണ്ടോ ഇവിടെ ഈ ഡ്രസ്സ് ഉടുപ്പിക്കുന്നുണ്ടോ, അവിടെ ആൾക്കാർ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുണ്ടോ. അപ്പോൾ അതൊക്കെ അവിടെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബുദ്ധൻ്റെ ആ ഒരു ഇതിരിക്കുന്നതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് കണ്ടിറങ്ങി. ഇത് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേനുള്ള കാണുന്ന മലകളാണ്. ഇത് മനു മാർക്കറ്റ്, അതാണ് എൻ്റെ പേര്. ഇത് അവിടുത്തെ സ്റ്റാൻഡാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ